70 വളവുകൾ. ആ 70 വളവുകൾ മരണത്തിൻ്റെ 70 ഭൂതങ്ങൾ കൊടികെട്ടി വാണ് തപസ് ചെയ്യുന്നൊരു സ്ഥലം. നമുക്ക് ഈ കാണുന്ന മലയാണ് കയറി മണ്ടയ്ക്ക് ചെല്ലാനുള്ളത്. ഏകദേശം നമ്മുടെ വണ്ടി പണി തന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി മേളിലോട്ട് കയറാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഹായ് ഓൾ, ഇറ്റ്സ് മീ. വെൽക്കം ബാക്ക് ടു വാൻഡറിങ് ഓഫ് ലീ. 70 വളവുകൾ. ആ 70 വളവുകൾ മരണത്തിൻ്റെ 70 ഭൂതങ്ങൾ കൊടികെട്ടി വാണ് തപസ് ചെയ്യുന്നൊരു സ്ഥലം. ഏകദേശം നിങ്ങൾക്ക് 70 വളവുകൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ കാര്യം പിടികിട്ടി കാണും ഏതാ സ്ഥലം എന്നുള്ളത്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ നാമക്കൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന കടാകടിയം പോലത്തുള്ള ഈ മലനിരകൾ, അത് കൊള്ളി ഹിൽസ് അഥവാ കൊള്ളിമല. അപ്പം ഇന്ത്യയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വഴികളിൽ ഒരു വഴിയാണ് കൊള്ളിമലയിലോട്ടുള്ള ഈ വഴി, അഥവാ കൊള്ളി ഹിൽസിലോട്ടുള്ള ഈ വഴി. അപ്പം നമുക്ക് നേരെ ഇവിടുന്ന് പോയി നമുക്ക് ആ 70 വളവിലെ 70 ഭൂതങ്ങളെയും കണ്ട് അവിടുത്തെ കാര്യങ്ങൾ കണ്ട് നമുക്ക് നല്ലൊരു യാത്ര പോകാം. അപ്പോൾ എങ്ങനെയാണ് യാത്ര തുടങ്ങാം? പോകാം. ഏകദേശം ഇപ്പം 5:45 ആകുന്നുണ്ട്. നമുക്ക് ഈ മല കയറി ചെല്ലുമ്പോഴത്തേക്ക് ഇരുട്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാരണം ഞാൻ തലേന്ന് കോട്ടയത്ത് നിന്നാണ് ഇറങ്ങി. ഇന്ന് വെളുപ്പിനെ കോട്ടയത്ത് നിന്ന് ഇറങ്ങി ഏകദേശം 400 ചില്ലാനം കിലോമീറ്റർ ഉണ്ട് കൊള്ളി ഹിൽസ് വരെ. അപ്പം അത്രയും ദൂരം ഓടി വന്നപ്പോഴത്തേക്ക് സമയം ഇത്രയായി. അതുപോലെ തന്നെ ഈ കുമിളി ഏരിയയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നേരെ കുമിളി വന്നിട്ട് അവിടുന്ന് നേരെ ദിണ്ടുകൽ, കമ്പം തേനി ദിണ്ടുകലിൽ നിന്ന് നേരെ നാമക്കൽ വന്നിട്ട് കൊള്ളി ഹിൽസ്. അതാണ് റൂട്ട്. മറ്റേ റൂട്ട് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പം ഞാൻ വന്നത് ഈ വഴിയാണ്. അതുപോലെ തന്നെ ഈ ദിണ്ടുകലിൽ നിന്ന് വരുന്നവർക്ക് ഷോർട്ട് കട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അത് ഗൂഗിൾ മാപ്പിൽ കാണാം. ചില വഴികൾ ചില സ്ഥലങ്ങളൊക്കെ ആയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്. പക്ഷേ നമുക്ക് നേരെ നാമക്കല്ല് ബൈപ്പാസ് കയറി ഇങ്ങ് വരുവാണെങ്കിൽ നേരെ അവിടെ വന്നിട്ട് അവിടുന്ന് റൈറ്റ് എടുത്ത് ഇങ്ങ് കയറി വന്നാൽ മതി. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഈ ഭാഗങ്ങളിൽ കൂടുതലും കൃഷിയാണെന്ന് തോന്നുന്നു. ഈ തെങ്ങും തോപ്പും കമുങ്ങും ഇതിനിടയിൽ ജാതിയും മാത്തോട്ടവും ഉണ്ട്. ഈ ഏരിയയിൽ കൂടുതലും ഈ ഒരു റോഡ് അടിപൊളിയായിട്ടുള്ള ഒരു റോഡാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൃഷിയിടത്തിൻ്റെ നടുക്കേക്കടാണ് നമ്മൾ പോകുന്നത്. ഇത് കണ്ടില്ലേ, 2 സൈഡും ഈ കമുങ്ങും തെങ്ങും, പിന്നെ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഇച്ചിരി പുറയിലായിട്ട് ബാക്കിലായിട്ട് മാവിൻ്റെ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ട്. അതും അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കയറേണ്ട ഈ മലയും കണ്ട് ആസ്വദിച്ച് പോകുന്നത് കൊള്ളാം. ഫ്രണ്ടിൽ വണ്ടി വരുന്നതും കൂടെ നോക്കിക്കോണം കേട്ടോ. നാമക്കലിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്ററോളം ഉണ്ട് കൊള്ളി ഹിൽസ്. അപ്പം അതിന് മുമ്പായിട്ട് നാമക്കലിൽ നിന്ന് ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ട് വേണം കയറി വരേണ്ടത്. ഞാൻ ഏതായാലും ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ടാണ് കയറി വന്നത്. പിന്നെ ഇനി കൊള്ളി ഹിൽസിലോ കാണാൻ ചാൻസ് ഉള്ളൂ. ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തുമില്ല. കാരണം ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് ഫില്ല് ചെയ്തിട്ടാണ് വന്നത്. അപ്പം നിങ്ങളും അത് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വരിക. ചിലപ്പം അതിന് മുകളിൽ റേറ്റും വ്യത്യാസം കാണാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിൽ വെച്ചോണം. നമുക്ക് ഈ കാണുന്ന മലയാണ് കയറി മണ്ടയ്ക്ക് ചെല്ലാനുള്ളത്. അപ്പം ഇവിടുന്ന് നമ്മുടെ മലയിലോട്ടുള്ള എൻട്രൻസ് ഇവിടുന്ന് തുടങ്ങുക. ഇവിടുന്ന് നേരെ റൈറ്റ് വന്നിട്ട് നേരെ ഈ മലയിലോട്ട് ഇനി കയറാൻ പോവാം. ഇത് കണ്ടോ, ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി വല്ലതും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് ഇത് തുടങ്ങുന്നത്. കാരണം തമിഴായതുകൊണ്ട് തമിഴ് നമുക്ക് വലിയ വശമില്ലല്ലോ. ഇതുണ്ട് ഗൂഗിൾ മാപ്പിലും. ഇപ്പം നമ്മുടെ ഇത് ഗൂഗിൾ മാപ്പിൽ ഇതുണ്ടോ, ഇങ്ങനെ വളഞ്ഞാണ് ഈ മാപ്പ് കിടക്കുന്നത്. ഇതുപോലെയാണ് ഈ വഴിയും കിടക്കുന്നത്. പക്ഷേ കയറുന്ന എൻട്രൻസ് ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇരുട്ടും വീണ് തുടങ്ങി. ഏകദേശം ഇപ്പം കറക്റ്റ് 5:45. അതിൻ്റേതായ ഒരു വെട്ടക്കുറവ് കാണും. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ അത് വലിയ വിഷയമൊന്നുമില്ല. അതെപ്പോഴും തുറന്നിട്ടേക്കുക. നമ്മുടെ ഊട്ടി കൊടൈക്കനാലൊക്കെ നമ്മൾ ഇങ്ങനെ കയറി ചെല്ലത്തില്ലേ,
പക്ഷേ അതിനെയൊക്കെ അപേക്ഷിച്ച് എനിക്കിപ്പോൾ ഇപ്പം ഞാൻ ഏകദേശം ഒരു 20 ഹെയർ ബാൻഡ് കയറി വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടെ രസമാണ് ഈ റോഡ് കയറി വരാനും അതിലേക്കൂടെ വണ്ടി ഓടിക്കാൻ. കാരണം ഈ മരങ്ങളെല്ലാം ഇങ്ങനെ വീണ് നിന്നിട്ട് ചില സ്ഥലങ്ങളിൽ മുള, ചില സ്ഥലത്ത് ഇതുപോലെ പുളി, ചില സ്ഥലത്ത് വാഗമരങ്ങൾ, ഇങ്ങനെ ഇതെല്ലാം കൂടെ റോഡിലോട്ട് ഇങ്ങനെ വീണിട്ട് നല്ല രസമുണ്ട്. അത് തന്നെയല്ല ഇപ്പം നല്ല അത്യാവശ്യം നല്ല തണുപ്പും തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാമക്കൽ നിന്ന് ഇങ്ങോട്ടത്തേക്ക് കൊള്ളി ഹിൽസിലോട്ട് ബസ്സുണ്ട്. കറക്റ്റ് ടൈം എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ നാമക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് കൊള്ളി ഹിൽസിലോട്ട് ബസ്സുണ്ട്. അപ്പം ബസ്സിന് അങ്ങനെ വല്ലതും വരുന്നവർക്കാണെങ്കിൽ നാമക്കൽ വന്നിട്ട് അവിടുന്ന് കൊള്ളി ഹിൽസിലോട്ടുള്ള ബസ് കയറി വരാം. അങ്ങനെ നമ്മൾ പകുതി മല കയറിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ ഭാഗത്ത് മേളിൽ ചെന്നിട്ട് താഴോട്ടുള്ള വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റ് 35 ഹെയർ ബാൻഡ് വളവുകൾ കയറി വന്നു. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇറങ്ങി ഇതിൻ്റെ മേളിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്നിട്ടുള്ള വ്യൂ പകുതി മലയിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വണ്ടി ഒതുക്കാം. വാ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് നോക്കിയേ, കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം. കൊള്ളി ഹിൽസിൻ്റെ പകുതി മല കയറി നമ്മളിങ്ങനെ നിൽക്കുക. ഇതുണ്ടോ, അതാണ് അങ്ങ് കാണുന്ന ആ വഴി കൂടെ നമ്മൾ കയറി വന്ന്. ഇവിടെ ഇഷ്ടം പോലെ കുരങ്ങുകളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കുരങ്ങളൊക്കെ കാണും. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടോ, അവിടെ മരത്തിലെല്ലാം ഉണ്ട്. ഇത് നോക്കി, ഇങ്ങനെ ഫുള്ള് മലകൾ. അതുകൊണ്ട് അങ്ങ് കുറേ തടാകവും ചെറിയ പുഴയും എല്ലാം കാണാം. അപ്പോൾ നമുക്ക് നേരെ മേളിലോട്ട് പോകാം. ഏകദേശം നമ്മുടെ വണ്ടി പണി തന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി മേളിലോട്ട് കയറാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. ഇത് കണ്ടോ, വണ്ടിയിൽ നിന്നൊരു സൗണ്ട് വരുന്നുണ്ട്. എന്നതാണെന്നൊരു പിടുത്തമില്ല. എഞ്ചിനൊക്കെ അടിച്ച് പോയെന്നാണ് തോന്നുന്നത്. ഇത് കണ്ടോ, നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷേ ഇത് റേസ് ചെയ്ത് ഗിയറിട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ആക്സിലേറ്റർ എടുത്ത് പോകുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല. അല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് കണ്ടോ, റേസായി നിൽക്കുന്നുണ്ടോ. പക്ഷേ കേബിളിൻ്റെ കുഴപ്പമല്ല, ഇത് വേറെന്തോ ഇഷ്യൂസാണെന്ന് തോന്നുന്നു. മിക്കവാറും ചിലപ്പോൾ പണി കിട്ടാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട്. എന്തായാലും നമുക്ക് പോവാം, മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ 70 ഹെയർ ബാൻഡും കയറി ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ട്. നല്ല സന്ധ്യയായി, ഏകദേശം 6:30-7 മണിയോട് അടുക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു റൂം കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്നിട്ട് നാളെ രാവിലെ കൊള്ളി ഹിൽസിലെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പോകാം. അപ്പം നേരെ ഞാൻ ഫസ്റ്റ് റൂം ഒന്ന് സെറ്റാക്കട്ടെ. നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഇതായിരുന്നു. രാവിലെ ഒന്ന് 2 മണിക്ക് നമ്മളവിടെ അടിച്ചു. ഇഷ്ടംപോലെ മയിലുണ്ട് കേട്ടോ അവിടെ. കാരണം രാവിലെയും രാത്രിയും എല്ലാം ഇതും കൂടെ ഒച്ച കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് സെമ്പേഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കൊള്ളി ഹിൽസിൽ. ഇത് വന്നിട്ട് സെമ്പേഡ് ബസ് സ്റ്റാൻഡാണ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഇവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് റൈറ്റിലോട്ടൊരു വഴിയുണ്ട്. ഈ വഴിയാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ വ്യൂ പോയിൻറ്റിലോട്ട് നമുക്ക് പോവാം. ഈ വഴി നമ്മൾ ഈ വ്യൂ പോയിൻറ്റിലോട്ട് വരുന്ന ഭാഗമാണ് ഇത്. ഇവിടെ ഫുള്ള് മറ്റേ നമ്മുടെ കുരുമുളക് കൃഷിയാണ്. അതിൻ്റെ ഇടയിൽ തേയിലയാണെന്ന് തോന്നുന്നു. തേയിലയും നിൽപ്പുണ്ട്. പക്ഷേ ഇത് തമിഴ്നാട്ടിൽ നമ്മൾ എവിടെ ചെന്നാലും എല്ലായിടത്തും ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ്. ഇത് കണ്ടോ, മൊത്തം കുരുമുളകും തോട്ടമാണ്. ഇവിടെ ഫുള്ള് കാണുന്ന ഫുള്ള് കുരുമുളകും തോട്ടമാണ് ഈ ഒരു ഏരിയ ഫുള്ള്. ഇതുണ്ട്, ഇവിടെ എന്താണ്ടൊക്കെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
വരുന്ന വഴിക്കുണ്ടോ, ഇത് നല്ല രസമുണ്ടല്ലോ ഈ ഒരു ആംബിയൻസിൽ ഈ ഒരു കോവിലിരിക്കുന്ന കാണാൻ. നെൽകൃഷിയാണെന്ന് തോന്നുന്നു. ആ വഴി നേരെ ഇങ്ങ് വന്നാൽ മതി കേട്ടോ. നേരെ ഇങ്ങ് വരുമ്പോഴത്തേക്ക് ഇതുണ്ടോ, ഈ വഴി ഇങ്ങനെ നേരെ നമ്മൾ ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒറ്റ വഴിയാണ്. ആ വഴി നേരെ വരുമ്പോഴത്തേക്ക് ഈ വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇത് 8:30 ആകുമ്പോഴത്തേക്ക് തുറക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് ക്ലോസ് ആയിട്ട് കിടക്കുക. ഇപ്പോൾ ഏകദേശം 8:38 ശരി, ഇതുവരെ തുറന്നിട്ടില്ല. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം ഇവിടെ നിന്നാൽ തന്നെ കാണാം. ഇതുണ്ടോ, എനിക്കൊന്ന് അതാണ് അങ്ങൊക്കെ മലകളൊക്കെ കാണുന്നുണ്ട്. എനിക്കൊന്ന് അങ്ങ് താഴെ കാണുന്നത് നാമക്കല്ലാന്ന് തോന്നുന്നു. നാമക്കൽ, ദിണ്ടുകൽ ആ ഭാഗമാണെന്ന് തോന്നുന്നു. ആ ഭാഗം കാണുന്നത് കാരണം നമ്മൾ ഇന്നലെ കയറി വന്നതും അങ്ങനെയല്ലേ. ഇത് തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ കീഴിലുള്ളതാണ്. അപ്പം ഇനി അവർ വന്ന് തുറന്നാലേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അവർ 8:30 സാറിന് വരുന്നതെന്നാണ് ഇവിടെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത്. പക്ഷേ 8:45 ഇതുവരെയും വന്നിട്ടില്ല. നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. ഈ പാറയുടെയൊക്കെ മണ്ടയ്ക്കാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നോക്കണം. എന്നെ വ്യൂ ആയിരിക്കും, പൊള്ളിയായിരിക്കും. പക്ഷേ ഇതിന് മേലോട്ട് കയറാൻ പറ്റുമല്ലോ, കണ്ടിട്ട് കയറാൻ പറ്റുന്ന ലക്ഷണമൊന്നുമില്ല. എല്ലാ വ്യൂ ആയിരിക്കും ഇതിൻ്റെ മണ്ടയിൽ നോക്കി. അങ്ങുണ്ടോ. എന്തായാലും രാവിലെ തന്നെ വ്യൂ പോയിൻ്റ് കാണാൻ വന്നിട്ട് നമുക്ക് പണി പാളി. അവർ ഏകദേശം 9:30 ആയിട്ടും ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചിങ്ങ് ഇറങ്ങുവാണ്. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. മറ്റേ ഇവിടുത്തെ ചെറിയ ഫാം സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ആദായക വാട്ടർഫോൾസ് ഇവിടുത്തെ അടച്ചിട്ടിരിക്കുക, കാരണം വെള്ളമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമ്മുടെ കൊള്ളി ഹിൽസിൽ നിന്ന് എന്തായാലും നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്. നമ്മളൊന്ന് ബൈക്കൊന്ന് ഓടിച്ച് ഈ റോഡൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടം വരെ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. അതുവരേക്കും ബൈ ബൈ.